എനിക്ക് തോന്നുന്നത് നമ്മൾ ഇവിടെ നടക്കുന്ന ഈ ചർച്ച അവരും വീട്ടിൽ നിന്ന് കേൾക്കാണ്. അമ്മ നമുക്ക് അമ്മയെ എങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കണം എന്ന് അറിയില്ല. അമ്മയുടെ ഏക മകനായിരുന്നു ദീപക് എന്ന് നമുക്കറിയാം. അപ്പം അമ്മ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ദീപക്കിന് എന്താ സംഭവിച്ചെന്ന് നമ്മൾ പറയാൻ ദീപക് ഇല്ലാത്തതുകൊണ്ട് അമ്മയും അച്ഛനും മാത്രമേ ഉള്ളൂ. അമ്മ എന്താണ് ഇപ്പം അമ്മ ആവശ്യപ്പെടുന്നത്? മകൻ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നഷ്ടപ്പെട്ടു പോയി. അപ്പൊ അമ്മ എന്താണ് പറയുന്നത്? എൻ്റെ മോൻ ഒരു ചീത്ത സ്വഭാവമില്ല, അതൊരു കുട്ടിയാണ്. ഒന്നുകൊണ്ടും ആരോടും ഞാൻ അറിയണ എല്ലാവരോടും, ഞാൻ അമ്പലത്തിൽ കളിയമ്പലത്തിൽ വളരണമ്പലത്തിലൊക്കെ ഉള്ളൊരു സമിതിൻ്റെ ആൾക്കാരാണ്. എൻ്റെ കുട്ടിക്ക് ഒരു ചീത്ത സ്വഭാവമില്ലെന്ന് എന്നെ അറിയണവർക്ക്, എൻ്റെ മോനെ അറിയണവർക്കറിയാം. എൻ്റെ കുട്ടി അങ്ങനെ ഒരിക്കലും ചെയ്യൂല, അതെനിക്കറിയാം. എൻ്റെ മോനെ എനിക്ക് ആകെ ഒരു മുത്തുള്ളൂ. അത് കഷ്ടപ്പെട്ടു പോയത് എനിക്ക് വല്ലാതെ എൻ്റെ മനസ്സ് ഇപ്പോഴും എനിക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. ഞാൻ ആരും കണ്ടത് എൻ്റെ കുട്ടി പോയി കിട്ടില്ല. ഇനി എന്താ ഞാൻ ചെയ്യേണ്ടത്? എൻ്റെ കുട്ടിൻ്റെ കാലനായിട്ട് വന്ന പെണ്ണാണത്. ഒരു കാര്യം അത്ര എൻ്റെ മോൻ വിഷമിച്ച എൻ്റെ മോൻ ആർക്ക് അത്ര എളിയ മനസ്സാണ് എൻ്റെ കുട്ടിക്ക്. ആ എളിയ മനസ്സുകൊണ്ടാണ് എൻ്റെ കുട്ടി പോകാണ്ട് എന്നോട് കൂടി ഒരു വാക്ക് പോലും എൻ്റെ മോൻ പറഞ്ഞില്ല. പറഞ്ഞാൽ എന്നെ അവനെ ഞാൻ ഒറ്റയ്ക്ക് കിടത്താൻ ഞാൻ വിടില്ലായിരുന്നു. ഒരു വാക്ക് പോലും മമ്മി വിഷമിക്കരുത് വിചാരിച്ചിട്ടുണ്ടാവും അവൻ. ഒരു വാക്ക് പോലും അവൻ എൻ്റെ പ്രായമായ ഒരു അച്ഛനും അമ്മയും ആകെപ്പാടെ ഉള്ളതൊരു മോനാണ്. ഈ മോൻ ഈ പറയുന്ന എന്ത് കാര്യം എന്തോ ആയിക്കോട്ടെ, അതിന് അപകടത്തിൽ മരിച്ചാന്ന് വേണം വെച്ചു. മരിച്ചിരിക്കുന്ന ഒരു അച്ഛൻ്റെ അമ്മയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഇമാതിരി ലൈവ് പരിപാടിക്കകത്ത് ഈ അച്ഛനെ അമ്മ പിടിച്ചിരുത്തുക, എന്നിട്ട് അവരോട് ലൈവ് ഈ പറയുന്ന പോലെ ഒരുമാതിരി ബുദ്ധിജീവി കന്നഡം വെച്ച് കൊണോണെന്ന് പറയുന്ന ഇവളുമാരുടെയൊക്കെ കീഴെ എന്തിനാണ് ഇവരെ ഈ അച്ഛനെ അമ്മ കൊണ്ടിരുന്നത്? അവരുടെ ഇത് മാനസികാവസ്ഥയിലായിരിക്കുന്നു. അയ്യോ, ജസ്റ്റർ കണ്ടാ അറിയാം, മുഖം കണ്ടാ അറിയാം, മറ്റത് കണ്ടാ അറിയാം എന്ന് പറയുന്ന ഇവളുമാർക്കൊന്നും ബോധമില്ലേ ഇമാതിരി ഈ അച്ഛനും അമ്മയും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇമാതിരി സംസാരിക്കാനായിട്ട്? ഞങ്ങൾ ലൈവായിട്ടല്ല കാണുന്നത്. അപ്പം ഞങ്ങൾ എത്ര ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും. ഒന്നാമതെ ഈ ചവറിനെയൊക്കെ എടുത്ത് പള്ളേക്കളയാണ്. ഒരു സ്ത്രീകളെ അല്ലെങ്കിൽ ഈ പറയുന്ന ഫെമിനിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്ത് എത്ര പേര് പറഞ്ഞിട്ടുണ്ട്. അവൾ കാണിച്ചത് ചെറ്റത്തരമാണെന്ന് തന്നെ പറഞ്ഞേക്കുന്നത് അല്ലേ? പിന്നെ ഇപ്പോൾ എന്നാ കുഴപ്പം? എന്നിട്ട് ഇവര് ഭയങ്കര പെണ്ണുങ്ങളെ ഏതാണ്ട് മറ്റേതിന് വേണ്ടിയിട്ട് കൊണ്ടു നടക്കുന്ന സാധനമാണല്ലോ ഈ ഫെമിനിസം. ആ വീഡിയോയിൽ ചോദിക്കുന്നുണ്ട്, പെണ്ണുങ്ങൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ആണുങ്ങളെ വീഡിയോ എടുക്കും, ഞങ്ങൾ ഉപദ്രവിക്കാൻ വന്നു. തിരിച്ച് ഈ പെണ്ണിനെ തോണ്ടാൻ വന്നെന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിന്റെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അവൻ അകത്ത് പോകും. ഈക്വാലിറ്റിക്ക് വേണ്ടിയിട്ട് മറിക്കുക എന്നല്ലേ പറയുന്നത്? എന്ത് മറിക്കാലും മറിക്കുന്നത്. അതുമല്ല, ഈ പറയുന്ന ഒരു സാഹചര്യത്തിൽ എന്ത് വൃത്തികെട്ട ഭാഷയാണ് ഇവർ ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഈ ബാക്കിയുള്ളവരെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം പറയും. ഒരുത്തൻ പറഞ്ഞല്ലോ, തൊടുപുഴങ്ങാണ്ടുള്ള ഒരുത്തൻ ഈ പറയുന്ന പെണ്ണിനെ ബലാത്സംഗം. നമ്മുടെ ലക്ഷ്യം അതൊന്നും അല്ല. അവൾ നിയമപരമായിട്ട് ശിക്ഷിക്കപ്പെടുക കഴിഞ്ഞു. അവളെ പോലീസ് പിടിച്ചു. മിനിമം ചെയ്യേണ്ട ഒരു മര്യാദ, അല്ലെങ്കിൽ ചാനലുകൾ ചെയ്യേണ്ട മര്യാദ എന്ന് പറഞ്ഞാൽ ഇതുപോലെ അഫക്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു അച്ഛനെ അമ്മയും അവരെ പിടിച്ചുകൊണ്ടുവന്നിട്ട് നിങ്ങളെ TRP ഉണ്ടാക്കുകയല്ല ചെയ്യേണ്ടത്. ഒന്നാമത് എങ്ങനെ ജീവിക്കുന്നവർക്ക് ടെൻഷൻ അടിച്ചിരിക്കുന്ന ആൾക്കാരാണ്. ഇത്ര പ്രായമായി 10-80 സംതിങ് വയസ്സുണ്ട് ആ അച്ഛന്. എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഇനി? അന്നേരമാണോ ഈ മീനുകളൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ ഈ കൊണയടിക്കുന്നത്?